ക്ലീറ്റോന്റെ അച്ഛനടാ. എടോ ഇയാൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഞങ്ങൾ അമ്മാവന് ചിലപ്പോ കെട്ടിക്കും ചിലപ്പോ കെട്ടിച്ചില്ല എന്ന് വരും. നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക്, നീ ഞങ്ങളുടെ കുടുംബത്തെ കാര്യം നോക്കാൻ പറഞ്ഞ. അത് ഞാൻ നോക്കിക്കോളാം. ഇത് ഞാൻ മാത്രമല്ല പറയണത്, നാട്ടുകാർ മുഴുക്ക പറഞ്ഞുകൊണ്ട് കിടക്കണേ. നാട്ടുകാരെന്താ പറയണെന്ന്? നീ പിന്നെ എന്നെ വഴിയിൽ എപ്പോ കണ്ടാലും നീ എന്നെ വിളിച്ച് അതെ, നിങ്ങൾ അമ്മാവന്റെ സ്വത്ത് അടിച്ചു മാറ്റാനല്ലേ നിങ്ങളെല്ലാം കൂടെ അയാളെ കല്യാണം അടിക്കണ്ട. നാട്ടുകാർ മൊത്തം നാട്ടുകാർ പറയണത് നിങ്ങൾ നിന്റെ വീട്ടിൽ എന്റെ അളിയ ഇവൻ കുറെ നാളായി തുടങ്ങിയിട്ട് ഇവൻ എന്നെ എവിടെ വഴിയിൽ എപ്പോ കണ്ടാലും ചോദിക്കും അമ്മാവന്റെ കല്യാണക്കാരി എന്തായി, അമ്മാവൻ എന്ത് കെട്ടിക്കാത്തത്, അയാളെ സ്വത്തടിച്ചു മാറ്റാനാണ് നമ്മൾ. അല്ല സാറേ, ഈ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ഈ അമ്മാവനെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ അവരെ സ്വത്തടിച്ചു മാറ്റാൻ. നാട്ടുകാർക്കാണോ കുഴപ്പം? ഞങ്ങളുടെ അമ്മാവനെ ഞാൻ ചോദിച്ചു ഏതാണ് ഞാൻ പറഞ്ഞേക്ക്, ഞങ്ങളുടെ അമ്മാവനെ കെട്ടിക്കണോ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പോന്നോക്ക്. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എനിക്ക് ജോലിയുണ്ട്, വേറെ ജോലിയുണ്ട്. അപ്പൊ ജോലി ചെയ്യാൻ കുറെ നാളായി പണി. എടാ കനക, ഇതിപ്പോ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇത് തന്നെയാ പറയണേ. കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോ അവര് പറയാണ് നിങ്ങളിങ്ങനെ കല്യാണം കൂടി നടന്നു, അമ്മാവന്റെ കല്യാണം നടത്തണ്ടെന്ന്. ആളുകൾക്ക് മൊത്തം ഇത് തന്നെ ചർച്ച. നമുക്കില്ലാത്ത ദണ്ണമാണ് ഇപ്പൊ നാട്ടുകാർക്ക്. നാട്ടുകാരുടെ പരിപാടി അവനവന്റെ കാര്യം നോക്കാൻ ആർക്കും പോയല്ലോ. പോയി ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്റെ ബഹളം വെച്ചപ്പോ മുക്കിന് ചെവിയിൽ ആൾക്കാർ ഇത് തന്നെയാണ് ചോദിക്കണം, അമ്മാവന്റെ കല്യാണം എന്താ കല്യാണം? എനിക്ക് ഭ്രാന്തെടുക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാരും ചോദിക്കണം അമ്മാവൻ കാരണം നമ്മളെ സ്വസ്ഥത പോയി എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ആദ്യം അമ്മാവന്റെ കാര്യം. ഈ കല്യാണം ഒന്ന് നടത്തിട്ട് തന്നെ ബാക്കി. അതിന് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങണം, അല്ലാതെ ഇതൊന്നും നടക്കൂല. ഞങ്ങൾ ഇറങ്ങാച്ചിട്ടാണ് ഞങ്ങളെ കുഴപ്പമായി. അമ്മാവാ അവിടെ നിക്കമ്മാവാ. അമ്മ എന്താണ് നിങ്ങൾക്ക് എവിടെ പോണത്? കണ്ടിട്ട് ഞങ്ങൾ വിളിച്ചത് നിർത്തിക്കൂടെ? നമ്മളത് അന്യരായത് ഇപ്പൊ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെയാണ് പുറത്തിറങ്ങുക? പുറത്തിറങ്ങി നടന്ന കണ്ടോര് ചോദിക്കുക കല്യാണം എന്തായി നാണം കെട്ടിട്ട് പോയി. ഇതിപ്പോ ഒരു പാകൂലായിട്ട് ആ സൊസൈറ്റി വരെ വരണ്ട വെച്ചിട്ട് വന്നാ ഞാൻ. അതെ, ഞാനും അളിയനും കൂടെ ഉടനെ തന്നെ രാമേന്ദ്രനെ പോയി കണ്ട് ഒന്നുകൂടെ സംസാരിക്കണല്ലോ. ആ രാമേന്ദ്രൻ അവന്റെ ഭർത്താനം മുണ്ടി പോരുത്. അവനൊരു ഒറ്റൊരുത്തനാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ നല്ലപ്പം കാലാണെങ്കില്ല ഞാൻ അവനെ കത്തിയെടുത്ത് കുത്തിണ്ടാവും. ഞാൻ നമ്മൾ കണ്ട് സംസാരിച്ച് റെഡിയാക്കാന്നുള്ള തീരുമാനത്തിലാണ്. വേണ്ട, നിങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ടല്ലോ, നിങ്ങൾ അത് നോക്കി നടന്നാൽ മതി. എന്റെ കാര്യം ഇനി ആരും തീരുമാനിക്കണ്ട, എന്നെ വിട്. കേക്ക് എടാ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 2 പേർക്ക് അളിയന്മാർക്ക് തല്ലൂടാൻ തന്നെ അല്ലേ സമയമുള്ളൂ. അത് നടക്കട്ടെ, എന്റെ വഴിക്ക് വിട്. ഇനി എന്നെ മനുഷ്യനാണ്. എന്റെ കല്യാണം നടക്കാത്തതിന് നിനക്കൊക്കെ എന്തിന്റെ? നീ നിന്റെ പണിയൊക്കെ പോടാ. അവനവന്റെ കാര്യം നോക്കിയാ പോരെ. കേട്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. നീ എന്നൊന്നേ സൊസൈറ്റി വട വിട്ട നീ പോടാ, നീ നടന്നിട്ട് കിടച്ചു പോടാ. പറഞ്ഞേ പറഞ്ഞേ തണുപ്പിക്കട്ടെ.